ഞങ്ങള് തമാശ സീരിയസ് ആയിട്ട് കാണും. തമാശ ഒരു രസമല്ല, സീരിയസ് ആയിട്ട് കണ്ടു. ജീവിതമാർഗമാണ്. അല്ല, നമ്മൾ ഗുണ്ടായസത്തിൽ ഇറങ്ങിയതുമല്ല. പിന്നെ നെഗറ്റീവ് കമന്റ് വന്നപ്പോൾ നമ്മുടെ വിഷയം അല്ലല്ലോ. ഉള്ളുകൊണ്ടറിയാം ഇപ്പൊ ചെയ്യുന്നത് തെറ്റാണെന്ന്. പിന്നെ ഫാമിലിയോട് പറഞ്ഞെങ്കിൽ നമുക്കതൊരു അവാർഡായിട്ടാണ്. സിരാജിനെ കാണാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചു. വീട്ടിൽ വന്നു. ഓണത്തിന് ഒരു മാസം അമേരിക്ക ട്രിപ്പ് വെച്ചിരുന്നതാണ്. സാധാരണക്കാരിൽ അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുന്നത് കൊണ്ടാവാം. അല്ല, അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അഭിനയിക്കണം. ഇത് അഭിനയിക്കണം. വനജ ടീച്ചറുടെ തയ്യക്കണം. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ചന്ദന മണിവാതിൽ പാതി ചാരി ജാലകം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാനുള്ള മരുന്നാണ് ചിരിക്കുക എന്നുള്ളത്. ഇത് പഴമക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ കൂടി മലയാളികളുടെ മനം കവർന്ന 3 ഹാസ്യ സാമ്രാട്ടുകളുണ്ട്. മറ്റാരുമല്ല, ടീം പത്തനംതിട്ട. ഹരിചേട്ടനെയും സുജിത് ചേട്ടനെയും രാജേഷ് ചേട്ടനെയും ജാലകം ടിവിയുടെ ഈ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജാലകം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ടീം പത്തനംതിട്ട എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയുടെ പേരിലുള്ള ഒരു ടീമാണ്. അപ്പം ആ ഒരു കൂടിച്ചേരലിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതൊരു ഔപചാരികമായിട്ടായിരുന്നു ഞങ്ങള് കൂടിയത്. പിന്നെ ഞാനും ഹരിച്ചേട്ടനും പണ്ടുതൊട്ടേ പ്രോഗ്രാമിലൊക്കെ പോകുന്നതാണ്. നാടൻ പാട്ട്, പ്രത്യാനസുധ, അതുപോലെ തന്നെ പെയിന്റിങ് പണി, രണ്ടും കൂടെ ആയിരുന്നു. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങള് വേറെ പല ചാനലുകളിലൊക്കെ പോയി പ്രോഗ്രാം അവതരിപ്പിച്ചത് ഞങ്ങൾ രണ്ടും കൂടെ മാത്രം. ഇനിയിപ്പോ ഈ ഫ്ലവേഴ്സിന്റെ ഐറ്റം വേറെ വന്നപ്പോഴാണ് രാജേഷിനെ കണ്ടുമുട്ടിയതും രാജേഷുമായിട്ട് വന്നതും ടീം പത്തനംതിട്ടയായതും ഇത്രയും വലിയ രീതിയിൽ പ്രേക്ഷകര് നമ്മളെ കേൾക്കാൻ കാരണമല്ല, ഞങ്ങളുടെ ഒത്തൊരു ടീമിന്റെ ഒരു വലിയൊരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. അതിന് എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ എല്ലാവരോടും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരോടും നന്ദി സ്നേഹം അറിയാം. ഇല്ല, സുജിത്ത് പറഞ്ഞോടെ തന്നെ ഞങ്ങളാക്കിയ ഫ്ലവേഴ്സ് ചാനലിനും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അതുപോലെ ഈശ്വരനോടും നന്ദിയും സ്നേഹവും അറിയിക്കാം. ഇനി ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലേ? ഇന്നത്തെ പ്രത്യേകത നമ്മുടെ രാജേഷിന്റെ കടയുടെ കൊച്ചാട്ടന്റെ ചായക്കടയുടെ റീ ഓപ്പണിംഗ് ആണ്. റീ ഓപ്പണിംഗ് അതിനൊരു കാരണം ഉണ്ട്. അതിന് ഞാൻ വരാതിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്തത് CCTV ആണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത് ഉദ്ഘാടനം ചെയ്യുന്നു. അത് ഇത് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും. എല്ലാവരും വരിക, കയറുക, ചായ കുടിക്കുക. പിന്നെ അല്ലേ, അവിടെ ചെറിയൊരു ബിസിനസിനെ പ്രോത്സാഹിപ്പിക്കുക ആഗ്രഹിക്കുന്നു. എന്തായാലും ഫുഡുകളെല്ലാം ഉണ്ട്. എല്ലാ രീതിയിലുള്ള ഫുഡെല്ലാം ഉണ്ട്. പൊരിപ്പ്, ദോശ അല്ലേ, ദോശ അവനോട് ഉണ്ടോ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. ദോശ കാണുമെന്നാണ് പറഞ്ഞത്. അത് ദോഷം കാണുമെന്നായിരിക്കും. ദോശ രാവിലത്തെ കാപ്പിയുണ്ട്, ഉച്ചയ്ക്ക് ഊണില്ല. ഊണിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അവരുടെ വീട്ടിൽ ഊണുണ്ട്. വീട്ടിലൂണ് അത് അവർക്ക് കഴിക്കാൻ വേണ്ടിയാ ഉള്ള ഊണുണ്ട്. പിന്നെ വൈകിട്ട് ദോശയുണ്ട്. ദോശ, പരിപ്പുവട, ഉഴുന്നുവട എല്ലാ വൈകിട്ട് ദോശയുണ്ട്. അത് നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ദോശമുണ്ട്. ഇപ്പൊ ഈ പുളിമച്ചാണ്ട് കട സ്ഥിതി ചെയ്യുന്നത് ശാലയും പുതുവൽ പത്തനാപുരം കഴിഞ്ഞ് അടൂർ പോകുന്ന റൂട്ട് 26-ലാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. ഈ അറിയാനുള്ളവരോട് വരിക, സഹകരിക്കുക. ഓക്കെ. അല്ല, ഇവിടെ അടുത്തൊരു തന്നെ ഉള്ളവരല്ല വരേണ്ടത്. നമ്മളെല്ലാവരെയും ക്ഷണിക്കുക. ലോകിൽ പോകുന്നവർ ഇവിടെ കയറുക, നമ്മളോട് സഹകരിക്കുക, നല്ല രീതിയിൽ പ്രോത്സാഹനം തരിക. ഇപ്പൊ തന്നെ ഈ ചെറിയ വാക്കുകളിൽ പോലും ഒരുപാട് നർമ്മം. ഞങ്ങളെല്ലാരും ചിരിച്ചു. ഇതെങ്ങനെ സാധിക്കുന്നു? നർമ്മം പറയാൻ അത് ഞാൻ ഒരുപാട് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് തമാശ സീരിയസ് ആയിട്ട് കാണുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു.
ജീവിതമാർഗമായിട്ട് നമ്മൾ ഇതെടുത്തു, അതിലാ പറ്റി. നമുക്ക് തമാശ ഒരു രസമല്ല, സീരിയസ് ആയിട്ട് കണ്ടു. ജീവിതമാർഗമാണ്. അത് മനസ്സിലാക്കിയപ്പോൾ ദൈവം നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. ജനങ്ങളെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ ഇന്ന് തന്നെ ഇവിടെ തന്നെ ഒരുപാട് ദൂരമുള്ളവരാണ് വന്നത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടാൽ ഒരുപാട് പേര് വന്നു. അതൊക്കെ നമ്മുടെ ഉള്ള സ്നേഹം കൊണ്ടല്ലേ. അതെ, വന്ന എല്ലാവരോടും സ്നേഹവും നന്ദി ഒക്കെ അറിയിക്കും. ഇപ്പം 3 പേരോട് ചേർന്നാണല്ലോ സ്കിറ്റുകളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പം അതില് എന്തെങ്കിലും വെല്ലുവിളികൾ നിങ്ങൾ നേരിടാറുണ്ടോ? സ്കിറ്റ് തയ്യാറാക്കുമ്പോഴുള്ള ഒരു വെല്ലുവിളികൾ നേരിടാന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വെല്ലുവിളിക്ക് നിൽക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളൊരു മതത്തെയോ അങ്ങനെ ബോഡി ഷെയിം അല്ല, നമ്മൾ ഗുണ്ടായുസത്തിൽ ഇറങ്ങിയതുമല്ല, അങ്ങനെയുള്ള സംഭവം നമ്മൾ ചെയ്യാറില്ല. അതിന്റെ സ്കിറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമുക്ക് ദ്വയാർത്ഥ പ്രയോഗങ്ങളോ ഒരു അശ്ലീല ചുവയോ ഒന്നും നിങ്ങളുടെ ആ സ്കിറ്റിൽ ഇതുവരെ നെഴിച്ച് കണ്ടിട്ടില്ല. അപ്പൊ അതായിരിക്കും തീർച്ചയായിട്ടും എല്ലാവരും ജനങ്ങൾ അത് ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ്. പിന്നെ അറിയാമല്ലോ, ഈ നെഗറ്റീവ് പറയുന്നത് ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് മുന്നോട്ടുള്ള അല്ല, നമ്മള് എഴുതുമ്പോഴും ചെയ്യുമ്പോഴും നമ്മളെതിരെ ഉള്ളവരെ നമ്മൾ നോക്കാറില്ല. നമ്മളെ സ്ക്രിപ്റ്റ് വിജയിക്കണം, നല്ല രീതിയായിരിക്കണം, അത്രേ നോക്കാറുള്ളൂ. പിന്നെ നെഗറ്റീവ് കമന്റ് വന്നാൽ പോലും നമ്മുടെ വിഷയം അല്ലല്ലോ. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ കുറെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിലും അമ്മയും ചേച്ചിമാരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവർക്കൂടെ ഇരുന്ന് കാണാം. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരു എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മുതിർന്ന കുട്ടികളും കാണുന്ന രീതിയിലുള്ള അങ്ങനെ കണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര നല്ലത് ചെയ്താലും നെഗറ്റീവ് കമന്റ് ഇഷ്ടം പോലെ ഉണ്ട്. പണ്ടുള്ളവർ പറഞ്ഞത് ഒന്ന് ചീഞ്ഞാല് മറ്റൊന്നിന് വളരാൻ അവര് ചീഞ്ഞോട്ടെ, ഞങ്ങൾ വളർന്നോണ്ടിരുന്നോളാം. അല്ല, നമ്മള് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്ക് ഉള്ളുകൊണ്ടറിയാം ഇപ്പൊ ചെയ്യുന്നത് തെറ്റാണെന്ന്. പക്ഷെ പുള്ളിയുടെ ഒരു ജോലി പോലാണ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നത്. പക്ഷെ അവർക്കുള്ളിൽ അറിയാം കറക്റ്റാണ് സംഭവം. പക്ഷെ അങ്ങനെയുള്ളവരോട് വേണമല്ലോ അല്ലേ? ക്രിട്ടിസൈസ് ചെയ്യുന്നവരോട് ഉണ്ടെങ്കിൽ നമുക്ക് മാറി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയും. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു ഇത് ഇല്ലാത്ത രീതിയിലാണ് സ്കിറ്റുകൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്കിറ്റുകളാണല്ലോ അവതരിപ്പിക്കുന്നത്. അതിൽ എന്തെങ്കിലും ഇങ്ങനെ വ്യത്യസ്തത വേണം എന്ന് ആഗ്രഹിച്ചാണോ? ഒരു മറ്റുള്ള സ്കിറ്റുകളിൽ നിന്നും ഞങ്ങളുടെ സ്കിറ്റുകളിൽ കുറച്ച് വ്യത്യസ്തത ഉണ്ടാവണം എന്ന് ചിന്തിച്ചാണോ? ആണോ, നമ്മളൊരു വെറൈറ്റി വേണം. മെയിനായിട്ട് ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ വളകരായിട്ടുള്ള സംഭവങ്ങൾ പറയാതിരിക്കുക, പിന്നെ ഫാമിലിയോട് കാണണം. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അതായത് വെറൈറ്റിയോട് വന്നാലല്ലേ മനുഷ്യർ ശ്രദ്ധിക്കത്തുള്ളൂ. ഇതൊരു പ്രധാനപ്പെട്ട നമ്മൾ ചിന്തിച്ചു ഫാമിലിയോട് കാണുക. അപ്പൊ അതിന്റെ ഒരു സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലായി ഈ സ്കിറ്റിന് ശേഷം. അതായത് മലയാളികളുടെ മനസ്സ് കവർന്നു കഴിഞ്ഞു അല്ലേ? 3 പേര് 3 സംഘം. നമുക്ക് പ്രേക്ഷകരോട് എപ്പോഴും പറയാനുള്ള അറിയിക്കുകയാണ്. ഇനി അടുത്ത പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ചേട്ടന്മാരെ? ഉടനെ ഒന്നും വരുന്നുണ്ട്. ഞങ്ങൾ 3 പേരുള്ള ഒരു പടം ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് ഞങ്ങളുടെ ഇതുകൊണ്ടാണ് നീണ്ടു പോകുന്നത്. അവര് വിളിച്ചോണ്ടിരിക്കുകയാണ്. നാളെ മറ്റന്നാൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് നമുക്ക് 1 മാസം കൊണ്ട് വിളിച്ചോണ്ടിരിക്കുക. ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക, സമയം മാറ്റി വെച്ചേക്കുക. സമിതിയുണ്ട്, കൊച്ചിൻ കലരസി നമ്മുടെ സ്വന്തം സമിതിയാണ്. അപ്പൊ അത് ഈ സീസൺ സമയമാണ് നമുക്ക് പ്രോഗ്രാം ഉണ്ട്, നിരന്തരം ഡെയിലി പ്രോഗ്രാം. അത് കാരണമാണ് നമ്മുടെ സമയത്തിന് വേണ്ടി അവർ വിട്ടു തന്നിരിക്കുക. ഇതൊന്ന് കുറച്ച് പ്രോഗ്രാമുകളുണ്ട്, അതോടെ കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വർക്കായിരിക്കും. പിന്നെ രാജേഷേട്ടൻ ഒരു ഫിലിമില് ലാലേട്ടന്റെ പടത്തിലുണ്ടായിരുന്നു. എന്തോ ഇതായിട്ട് നിൽക്കുകയാണ്. ഹരിക്കോട്ട ഒരു പടം ചെയ്തു, ഇന്നസെന്റ് നല്ല കഥാപാത്രം. സുജിത്ത് പിന്നെ ഒരു മുടി വളർത്തുന്ന സിനിമയ്ക്ക് വേണ്ടി പുറത്ത് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് പോലും പറഞ്ഞിട്ടില്ല, വെളിവിടാതെ വെച്ചേക്കുന്നു. കുഞ്ചാക്കോന്റെ പടത്തിലാണെന്ന് അറിഞ്ഞു. പക്ഷെ കുഞ്ചാക്കോ പോകാൻ പോലും അറിഞ്ഞിട്ടില്ല സുജിത്തിനകത്തുള്ള. ഏതായാലും ആശംസകൾ. കഴിഞ്ഞ ദിവസം ഉല്ലാസേട്ടനുമായിട്ടൊരു ഇന്റർവ്യൂ എടുത്തായിരുന്നു. അതില് അജാലകൻ ടിവിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതില് നിങ്ങളുടെ 3 പേരെ കുറിച്ച് നല്ല പെർഫോമൻസ്, ഏറ്റവും അടിപൊളി പെർഫോമൻസ് ആയിട്ട് ഇപ്പൊ പോകുന്നത് ഉല്ലാസേട്ടന് പോലും ഏറ്റവും ആകർഷണീയമായിട്ടുള്ള രീതിയിൽ പുള്ളി അതിനെ കുറിച്ച് പ്രത്യേകം ആ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. നല്ല പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞിരുന്നു. നല്ല രീതിയിലാണ് നിങ്ങളുടെ സ്കിറ്റുകൾ പോകുന്നത്.
എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണെന്ന് പറഞ്ഞു. നല്ലൊരു പോസിറ്റീവ് പറഞ്ഞെങ്കിൽ നമുക്കതൊരു അവാർഡായിട്ട് അതെ 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 തീർച്ചയായിട്ടും ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുള്ള അദ്ദേഹത്തിനുണ്ട്. എങ്കിലും അദ്ദേഹം അതിനെല്ലാം റിക്കവർ ചെയ്ത് വരും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടാണ് തീർച്ചയായിട്ടും വരും. അത് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും ഉല്ലാസേട്ടന്റെ ഫാൻസാണ്. അതെ അതെ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രാർത്ഥനയുണ്ട്. ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഉല്ലാസേട്ടന്റെ. പക്ഷെ എല്ലാത്തിലും നല്ല സ്നേഹമാണ്. ഇടയ്ക്കൊക്കെ അച്ഛനൊക്കെ വിളിക്കാറുണ്ട്. നേരത്തെ വിളിച്ച് സംസാരിക്കും. ഏകദേശം എന്തുവായാലും ആരോഗ്യം ആയുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റേ ആർട്ടിസ്റ്റുകള് മുതിർന്ന വലിയ ആർട്ടിസ്റ്റുകൾ അംബിക ചേച്ചി നേരത്തെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു കടയിൽ. അതുകൂടാതെ തന്നെ എന്ത് വിശേഷം ഉണ്ടോ ഞങ്ങളുടെ എന്ത് വിശേഷനും എനിക്ക് തോന്നുന്ന ഒരു മാസത്തിൽ 3 വട്ടമെങ്കിലും ഇങ്ങോട്ട് മെസ്സേജ് അയക്കാം. അംബിക മാഡം സുഖമാണോ, സുഹൃത്തിന്റെ കല്യാണത്തിന് വിളിക്കണ സുഹൃത്ത് മറന്നു പോയിരിക്കാൻ വേണ്ടിയാണോ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. സുഹൃത്തെ കല്യാണം വിളിക്കുന്ന ചേച്ചി, പിന്നെ ബിന്നി മാഡം, ബിന്നി ചേച്ചി ഭയങ്കര സ്നേഹം. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മദ്രാസിൽ പോയപ്പോൾ അല്ലേ വരുമ്പോൾ വീട്ടിൽ വന്നിട്ടേ പോകാമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഒരുപാട് മല്ലിയ മാഡം പൃഥ്വിരാജിന്റെ അവരുടെ ഒരു കുടുംബ ഫംഗ്ഷന് ഞങ്ങളെ വിളിച്ചായിരുന്നു. ഞങ്ങൾ പോയായിരുന്നു. പൃഥ്വിരാജിനെ കാണാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചു വീട്ടിൽ വന്നു. പക്ഷെ ഞങ്ങൾക്ക് അന്ന് ഗൾഫിൽ വിദേശത്ത് എത്ര പ്രോഗ്രാമുകൾ ചെയ്തു? ഞങ്ങളിപ്പം 9 രാജ്യങ്ങളല്ലേ, ഉഗാണ്ട ഉൾപ്പെടെ 9 രാജ്യത്ത് പോയി. ഇപ്പൊ ഓണത്തിന് 1 മാസം അമേരിക്ക ട്രിപ്പ് വെച്ചിരുന്നതാണ്. യുദ്ധം നടക്കുന്നതുകൊണ്ട് എന്തുവാന്ന് അറിയത്തില്ല. പിന്നെ രാഷ്ട്രീയ ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്നത് അങ്ങനെ കുറെ നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാത്ത കാര്യങ്ങളാണ് രാജ്യത്ത് പോകാനുള്ള അങ്ങനെയൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുമായിട്ട് നമുക്ക് ഒരുപാട് പെട്ടെന്ന് സഹകരിക്കാൻ പറ്റിയ ഒരുപാട് നമ്മൾ ഇങ്ങോട്ട് സ്കിറ്റൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സുരേഷ് സാറ് നമ്മളെ കാണണമെന്ന് പറഞ്ഞ ദിവസം വീട്ടിൽ വിളിച്ച് അതും പോകാൻ പറ്റിയില്ല. വിദേശത്ത് അന്ന് യാത്ര ഉണ്ടായിരുന്നു. പിന്നെ സാറ് ലുല്ലുമാളി വരുന്നു പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോയി വീട്ടിൽ വരാൻ പറയും. ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കുന്നു. അന്നേരം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ദിവസം ഇടയ്ക്ക് മമ്മൂക്കാടെ അനിയന്റെ മകന്റെ ഒരു സിനിമയിലും ഉണ്ടായിരുന്നു. പോയപ്പോ പുള്ളിക്കാരൻ ഇതുപോലെ പറഞ്ഞു ബാപ്പുജി അവർക്ക് 2 പേർക്ക് ഞാൻ സ്കിറ്റ് കാണും, ഭയങ്കര ഇഷ്ടം, നിങ്ങളെ കാണാൻ വേണ്ടി ഇരിക്കുന്നതൊക്കെ പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ സംഗീതമായിട്ട് നല്ല കണക്ഷൻ ആണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പാട്ട് അവര് 2 പേരും പിന്നെ സംഗീതമൊക്കെ ചെറുതായിട്ട് പഠിച്ചു. പിന്നെ അടിച്ചാറിന് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഞാനോർത്ത് അവൻ ചെറുതായിട്ട് പഠിച്ചു. ഞാനാ പാടുന്നതെന്ന് പറയുമ്പോ ഞാൻ ചെറുതായിട്ട് പഠിച്ചു. പാടുന്നത് നല്ല പാട്ടാണ്. ചേട്ടനൊരു പാട്ട് പാടാവോ? ചന്ദന മണിവാതിൽ പാതിചാരി കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ ചന്ദന മണിവാതിൽ പാതിചാരി കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രിയെ നീരാടി നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ അടിപൊളി, സൂപ്പർ സൂപ്പറാണ്. അടിച്ചങ്ങ് പൊളിച്ചു. നമ്മളൊക്കെ ഇത്ര ആഹാരം കൊണ്ട് ഏറ്റവും ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഷോ ഡയറക്ടർ അർജുൻ സാറ് ഭയങ്കര സപ്പോർട്ടാണ്. സാറെന്ന് പറഞ്ഞാൽ നമ്മളെ സുഹൃത്ത് അല്ലെങ്കിൽ കൂടപ്പുറപ്പിനെ പോലെ ചേർത്ത് നിർത്തി. നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വഴക്ക് പറയും. പക്ഷെ പിന്നെ നമ്മളെ വിളിച്ച് സ്നേഹത്തോട് വിളിച്ച് ഭയങ്കര സപ്പോർട്ട് പറഞ്ഞിട്ടില്ലേ. ഞങ്ങൾ എന്തൊരു ഇത് തുടങ്ങിയാലും അല്ലെങ്കിൽ വാങ്ങിച്ചാലും ആദ്യമേ സാറിനെ വിളിച്ച് പറയും. ആദ്യം വിളിക്കുന്ന സാറിനെ ഗുരുത്വം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. നമ്മളാക്കിയത് ഇത് ഐറ്റം വേറെ എന്ന ഇതാണ് ഷോ ഡയറക്ടർ ഡയറക്ടർ അർജുൻ സാറിന്റെ സപ്പോർട്ട് ഭയങ്കരമാണ്. നമ്മളെ ഇത്ര ആയതും എന്തൊക്കെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ സാറിന്റെ ഒരു കഴിപ്പ് ഭയങ്കര ഞങ്ങളുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ ഉഷാ മേഡം, ശ്രീകണ്ഠൻ സാറിന്റെ വൈഫ്, അതുപോലെ സാറും അതുപോലെയാണ്. ശ്രീകണ്ഠൻ സാറും അതുപോലെയാണ്. ഞങ്ങളെന്ന് പറയാൻ ഭയങ്കര നമ്മുടെ ഒരു പ്രോഗ്രാം
തിരക്കി പിടിച്ചിരുന്ന് കാണാം. അത്രയും തിരക്കിലിടയ്ക്ക്. അതുപോലെ തന്നെ മേഡം, അതുപോലെ ഉഷാ മേഡം ഭയങ്കര സ്നേഹമാണ്. ഗ്രൂമേഴ്സ് ഗ്രൂമേഴ്സ് ശശാങ്കൻ, രാജേഷ് വാണാവള്ളി, അതുപോലെ അതിന്റെ കോർഡിനേറ്റർ റഞ്ജി സാന്ദ്ര, അവരൊക്കെ ഋതു, പിന്നെ ബാക്കിയുള്ള ഓൾ ആർട്ടിസ്റ്റുകൾ, ഐറ്റം വേറെ എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ സപ്പോർട്ടും സ്നേഹവും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും. നമുക്ക് ചായ കൊണ്ടുവരുന്ന ചേച്ചിമാർ ഉൾപ്പെടെ ഒരു പേഴ്സണൽ സ്നേഹം. സാധാരണക്കാരിൽ അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുന്നത് കൊണ്ടാവാം അല്ലേ? തീർച്ചയായിട്ടും അതാണെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു ഇപ്പം കൂടുതലും ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് സ്കൂൾ ക്ലാസ് റൂം സിറ്റുവേഷൻസ് ആണ്. എന്നാൽ അതങ്ങനെ സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്താണ്? ടീച്ചർ ഞാൻ ചോദിക്കുവാണ്, സ്കൂളുമായിട്ട് ബന്ധപ്പെടുന്നതായതുകൊണ്ട് എന്താ അങ്ങനെ വല്ല പ്രത്യേകത ചെയ്യാനൊക്കെ ഉണ്ട്? നമുക്ക് എന്തോ ഷോ ആണല്ലോ, നമുക്ക് പെട്ടെന്ന് ഒരു സ്കിറ്റ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാനൊന്നും ടൈം കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു സ്കിറ്റ് തയ്യാറാക്കണം. ഞങ്ങൾക്ക് പുറത്ത് ഷോ ഉണ്ടായിരുന്നു, വെളിയിലല്ല, സ്റ്റേജ് പരിപാടികളുണ്ടായിരുന്നു. അപ്പം ക്ലാസ് റൂം ആണെങ്കിൽ ഞങ്ങൾക്ക് എഴുതി ചെയ്യാം, വലിയ പ്രാക്ടീസ് വേണ്ട. സുജിത്തിന് നോക്കി ഉത്തരം ചോദിച്ചാൽ മതി, ഞങ്ങൾക്ക് ആ ഉത്തരം നോക്കി വായിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പം പ്രാക്ടീസ് ഒന്നും വേണ്ട, പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് ഞങ്ങളൊന്ന് എഴുതി കൂട്ടി എടുത്ത സാധനമായിരുന്നു ക്ലാസ് റൂം. അവിടെ റിഹേഴ്സൽ വേണ്ടല്ലോ, കാരണം രണ്ടുപേരുടെ കയ്യിൽ ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. സുജിത്തിന്റെ കയ്യിലും ബുക്കുണ്ട്. സുജിന്റെ ബുക്കിൽ നോക്കിയാണ് നമ്മൾ ചോദിക്കുന്നത്. ഉത്തരം ഞങ്ങളുടെ ഈ ബുക്കിനകത്ത് കിടക്കുന്നുണ്ട്. ഞങ്ങള് നമുക്ക് ക്ലാസ് റൂമിന്റെ ഒന്നും പ്രാക്ടീസ് ഉണ്ട്. നമ്മൾ ആ കാലഘട്ടം കഴിഞ്ഞ് വന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് തന്മയത്തോട്ട് അന്നേരം പിന്നെ അന്ന് ഈ ഒരുപാട് കൈ ഈ പാസ് എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ അന്നേരം കൈനിട്ട് കളിച്ചത്. കാരണം നമ്മുടെ ആ സ്കിറ്റ് എന്നല്ല, എല്ലാ സ്കിറ്റിലും ഞങ്ങൾ കൈനിട്ട് ആ സ്പോട്ടിൽ കുറെ കൗണ്ടർ ഞങ്ങൾ അടിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് അന്നേരമൊക്കെ ഞങ്ങൾ ചിരിക്കാറുമുണ്ട്. കാരണം ആ സമയത്ത് പ്രതീക്ഷിക്കാതെ ചെറിയ സാധനമൊക്കെ ഞങ്ങള് ചിരിച്ചു മാറി പോകാറുണ്ട്. അതൊക്കെ കുട്ടികൾ ചിരി കടിച്ചു പിടിക്കാറുണ്ട്. ചിലപ്പോ കുഞ്ഞ് മാറി ചിരിക്കാറുണ്ട്. ബൈഹാർട്ട് ആക്കുന്നില്ലെന്ന് തോന്നില്ല, സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങ് വന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ നമ്മള് സംസാരിച്ചിരിക്കുന്നിടത്ത് നമുക്ക് തോന്നുന്ന സാധനമായിരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും അങ്ങനെ കാണാതെ പഠിച്ചിട്ട് പറയുന്നതും അല്ലാതെ അവതരിപ്പിക്കുന്നതിലുള്ള ഒരുപാട് വ്യത്യാസം നിങ്ങളുടെ സ്കിറ്റിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അഭിനയിക്കണം. ഇത് അഭിനയിക്കണം, സ്പോട്ടിൽ അടിക്കുമ്പോൾ അഭിനയിക്കണം. ലൈഫ് ആ ലൈഫാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സ്കിറ്റിൽ അങ്ങനെയാണ്. ഞങ്ങൾ ലൈഫ് ഇട്ട് കളിക്കുന്ന കൈ നെറ്റിട്ട് സിറ്റുവേഷൻ ഇതാണ്. ഞങ്ങൾ ആ മൂന്നൂര് ആദ്യം മനസ്സിലാക്കി. ഇത് സിറ്റുവേഷൻ ഇതാണ്, എന്റെ ക്യാരക്ടർ ഇതാണ്. നിങ്ങൾ കളിച്ചു, എന്റെ പോയ അടുത്താൽ പിടിച്ചോളാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിക്കുന്നത്. അവിടുന്ന് പോയ ഇവിടുന്ന് കയറി പിടിച്ചോണം, എന്റെ പോയാൽ അവിടെ പിടിച്ചോണം. അങ്ങനെ ഞങ്ങൾ ആദ്യമേ തുടക്കമേ പറഞ്ഞു വെക്കും. അല്ല, മറ്റ് പിന്നെ ഇത് ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു ദേഷ്യം, സ്നേഹം, ഇതൊക്കെ നമുക്ക് പ്രകടിപ്പിക്കും. പക്ഷെ ഹാസ്യം ഒരാളെ അവതരിപ്പിച്ച് ഫലിപ്പിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. ഉല്ലാസേട്ടനും കഴിഞ്ഞ ദിവസം പറഞ്ഞു അത് വലിയ മെന്റലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ അത് നല്ല തന്മയത്വത്തോടെ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് അപാരം തന്നെയാണ്. ഒരുപാട് പേര് നമ്മളടുത്ത് പറയാറുണ്ട്, നിങ്ങൾ നമ്മളെ സ്കിറ്റ് കണ്ടാണ് ഒരുപാട് പേര് വീട്ടമ്മമാരായാലും ചേട്ടന്മാരായാലും ഓഫീസിൽ വർക്കുകളും ജോലിയെല്ലാം ടെൻഷൻ ഒഴിവാക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരുപാട് വട്ടം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഷൂട്ടിന്റെ ഒക്കെ 8 മണിക്കൂർ മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ട്രിപ്പൊക്കെ കുത്തിയിട്ടൊക്കെ വന്നാണ് പിന്നെ വന്ന് ഷൂട്ട് ചെയ്യുന്നത്. അതേപോലെ ടെൻഷൻ അടിച്ച് വന്ന് ഒരുപാട് വർക്ക് ചെയ്തു. നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, മക്കളോട് സന്തോഷിക്കുന്നുണ്ട്. ഫാമിലിയെ കുറിച്ച് ഫാമിലി വൈഫാണ്. എനിക്ക് 2 മോളാണ്. മൂത്താൾക്ക് +2 എഴുതിയിട്ട് നിൽക്കുന്നു. ഇളയാള് 10ാം ക്ലാസ് എഴുതിയിട്ട് നിൽക്കുന്നു. പിന്നെ അച്ഛൻ, അമ്മ സന്തോഷമായിട്ട് സ്വന്തം സ്ഥലം ഇവിടെയാണ്, പത്തനാപുരത്താണ്. ഇപ്പൊ ഒരു 6 വർഷം കൊണ്ട് അടൂര് പെരിയാട് താമസിക്കുന്നു. കുഴപ്പമില്ല, സന്തോഷമായിട്ട്. ഇത് ഐറ്റം വരെ വന്ന് ജീവിതം മാറിയ 3 പേര്. അപ്പോൾ ആർട്ടിസ്റ്റിൽ വെച്ച് നോക്കുവാണെങ്കിൽ ജീവിതം മാറി മറിഞ്ഞ 3 പേരാണ്. ഇപ്പൊ സുജിത്ത് ചുരുങ്ങിയ സമയം സുജിത്ത് ഒരു 3-4 ദിവസം മുമ്പ് പുതിയ കാർ എടുത്തു. ഞാനും ഹരിക്കോട്ടനും ഒരു 6-7 മാസം മുമ്പേ കാർ എടുത്തു, സ്ഥലം മേടിച്ചു. അങ്ങനെ പല ജീവിതത്തിൽ മാറ്റം ഒരു 2 വർഷം മാറ്റി മറിച്ച ഒരു അത് ഭയങ്കര സന്തോഷം. ജീവിതത്തിൽ മാറ്റം. ജീവിതത്തിന്റെ കാര്യം ചോദിക്കാം, കല്യാണം പോലും കഴിച്ചിട്ടില്ല. അച്ഛൻ മരിച്ചുപോയി. പിന്നെ അമ്മ, ഞങ്ങൾ 7 മക്കളാണ്. പിന്നെ 7ാമത്താണ് ഞാൻ. എല്ലാവരുടെയും വിവാഹങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ മാത്രം വിവാഹം കഴിച്ചിട്ടില്ല. നോക്കിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, സന്തോഷത്തോടുകൂടി പോകുന്നു. എൻ്റെ ഫാമിലി, എനിക്ക് 2 മക്കള്. മൂത്ത മകള് ബാംഗ്ലൂർ MLT പഠിക്കുന്നു. മകൻ +2 പഠിക്കുന്നു. വൈഫിന് ഒരു തയ്യക്കടയുണ്ട്. അത് നമ്മുടെ സ്കിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ് ഇട്ടിരിക്കുന്നത്, വനജ ടീച്ചറുടെ തയ്യക്കട. അങ്ങനെ ഫാമിലി അങ്ങനെ പോകുന്നു.
സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. പിന്നെ മകളും വൈഫും വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട്, സ്ഥലത്തിവിടെ ഉണ്ട്. ഉണ്ട്. ഒരു കുസൃതി ചോദ്യമാണേ. നിങ്ങൾക്കിടയിലെ മികച്ച താരം ആരാണ്? അങ്ങനെ പറയാൻ പറ്റില്ല. ഞങ്ങൾക്കിടെ അത് മൊത്തത്തില് നിങ്ങൾക്കിടയിൽ അങ്ങനെ പറയാം. കുസൃതി ചോദ്യം. മൂന്നും അല്ലേ? മികച്ച താരം നടപ്പം ദൈവം തമ്പുരാനാ. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര കളിക്കാനുള്ള ചോദ്യം. അപ്പൊ ഇങ്ങനെ വെക്കും ഞങ്ങള്. അതിങ്ങനെ അങ്ങനൊന്നുമില്ല, എല്ലാരും നമുക്ക് അങ്ങനെ ഇല്ല കേട്ടോ. നമ്മള് സ്കിറ്റ് തയ്യാറാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ആലോചിച്ചിട്ട് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഒരാളെ നിന്നേ കൗണ്ടർ അടിക്കുക അങ്ങനെയൊന്നുമില്ല. വരുന്ന വാക്കടിക്കുക. പിന്നെ അതുപോലെ ഇന്ന കൗണ്ടർ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അത് അതിനകത്തൊരു പിടിയൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. സ്കിറ്റ് തയ്യാറാക്കുമ്പോഴേ ഒരു കൗണ്ടർ കൊണ്ട് ഞാൻ കൊണ്ടുവന്നാലും അത് കേട്ടിട്ട് അത് വേണ്ട, ഇതിന് ചേർത്തില്ല, വേണ്ടെന്ന് പറഞ്ഞാൽ വാശി പിടിക്കില്ല. ഞാൻ അത് വേണം, നല്ല കൗണ്ടർ നമ്മൾ ഒറ്റയ്ക്ക് വാശി പിടിക്കില്ല. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ആലോചിച്ചിട്ട് അത് അതുമായിട്ട് ചേരുന്നില്ലെങ്കിൽ പിന്നെ അത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ആ ഒരു ഒത്തൊരുമയാണ് നമ്മളെ. അപ്പൊ പിന്നെ ഞങ്ങൾ തങ്ങളിൽ അങ്ങനെ ഒരു വാശി വരും. ചെപ്പു കിലുക്കണ ചെങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, ചെപ്പു കിലുക്കണ ചെങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, പിന്നണതെന്താണയ്യ നല്ല കുന്നിക്കൊരു മണിപ്പൊന്മാല, പിന്നണതെന്താണയ്യ നല്ല കുന്നിക്കൊരു മണിപ്പൊന്മാല, ആര്യങ്കാവിലെ കാറ്റ് വന്നേ ഒരു കാര്യം ചോദിച്ചതെന്താണ്, ആര്യങ്കാവിലെ കാറ്റ് വന്നേ ഒരു കാര്യം ചോദിച്ചതെന്താണ്, മഞ്ഞക്കിളികളും ചെങ്ങാലി വന്ന് കുഞ്ഞി പറഞ്ഞതുമെന്താണ്, മഞ്ഞക്കിളികളും ചെങ്ങാലി വന്ന് കുഞ്ഞി പറഞ്ഞതുമെന്താണ്, ചെപ്പു വിലുക്കണ ചെങ്ങാലി നിന്റെ ചെപ്പു തുറന്നു കാട്ടൂലേ, പിന്നണതെന്താണയ്യ നല്ല കുഞ്ഞിക്കൊരു മണിപ്പൊന്മാല, പിന്നണതെന്താണയ്യ നല്ല കുഞ്ഞിക്കൊരു മണിപ്പൊന്മാല, കുഞ്ഞിക്കൊരു മണിപ്പൊന്മാല, കുഞ്ഞിക്കൊരു മണിപ്പൊന്മാല. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ജാലകൻ ടിവിയുടെ പത്തനംതിട്ട ടീമിന്റെയും എല്ലാവിധമായ ആശംസകൾ നേരുന്നു.